ഫയർഫോഴ്സ് പങ്കുവച്ച ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. പട്ടണക്കാട് നിന്നുള്ള ദൃശ്യമാണ്. സമീപത്തെ ഹോസ്പിറ്റലിൽ തീ പിടിച്ചതറിഞ്ഞു എമർജൻസിയായി അവിടേക്ക് പോകുന്ന ഫയർഫോഴ്സ് വാഹനത്തിനു മുന്നിൽ ഒരു മഹാനായിട്ടുള്ള ഡ്രൈവർ ചെയ്യുന്ന പ്രവൃത്തി ഒന്ന് കണ്ടേ. എത്ര നേരമായെന്നറിയോ ഇവനൊന്ന് മാറി തരാൻ വേണ്ടി കിടന്ന് ഫോണടിക്കുന്നു. ആരാണെന്നില്ല, മാറി തരുന്നില്ല. ഫ്രണ്ട് കണ്ണിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തുറവൂരൊരു ആശുപത്രിക്ക് തീ പിടിച്ച് അതിനുവേണ്ടി പൊക്കോണ്ടിരിക്കുക. ഇവൻ ഒരു ശകലം പോലും മാറി തരുന്നില്ല. എത്ര നേരമായെന്നറിയോ. എടാ കണ്ടില്ലേ? ഓടിക്കുന്നത് കാറല്ല, മറ്റേതോ വലിയ വാഹനമാണെന്ന് തോന്നുന്നു. പോരാത്തതിന് പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിന്റെ സൈറൺ പോലും ശ്രദ്ധിക്കാതെ പാട്ട് കേട്ട് ഉല്ലസിച്ച് വേറെ ഏതോ ലോകത്തിലൂടെ ഒരു മഹാൻ വാഹനം ഓടിക്കുകയാണ്. ഇത് ഫയർഫോഴ്സുകാരുടെ മാത്രം അനുഭവമല്ല. ഈ നാട്ടിൽ റോഡിലൂടെ സഞ്ചരിക്കുന്ന പലർക്കും നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. ചിലർ വാഹനവും എടുത്തുകൊണ്ട് റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ റോഡ് അവൻ്റെ അപ്പൻ്റെ വകയാണെന്നുള്ള രീതിയിലാണ് വാഹനം ഓടിക്കുന്നത്. കാര്യം പുറകിൽ വരുന്നവർ അത് അത്യാവശ്യപ്പെട്ടവരാണോ, എമർജൻസി സർവീസ് ആണോ, ഇതൊന്നും നോക്കാതെ വിശാലമായിട്ട് എൻ്റെ സൗകര്യാർത്ഥമേ ഞാൻ ഓടിക്കുകയുള്ളൂ, പുറകെ അത്യാവശ്യത്തിൽ വരുന്നവൻ അങ്ങനെ വേഗത്തിൽ പോകണ്ട, അവിടെ കിടന്നാൽ മതി, എൻ്റെ അപ്പൻ ഉണ്ടാക്കിയ റോഡായതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോകത്തുള്ളൂ. ഈ മനോഭാവക്കാർ ചിലരുണ്ട്. കുറച്ച് പണം മുടക്കി ഒരു വാഹനവും എടുത്ത് ഷോ ഓഫ് കാണിക്കാൻ ഇറങ്ങും. എന്നാൽ നിനക്ക് വാഹനം മര്യാദയ്ക്ക് ഓടിക്കാൻ അറിയില്ലെങ്കിൽ എടുത്തുകൊണ്ട് റോഡിലിറങ്ങി ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക. ആ ഫയർഫോഴ്സുകാരുടെ മര്യാദ അവർ അത് പറയുന്നുണ്ട്. ഒരു ഹോസ്പിറ്റലിൽ തീ പടർന്ന വിവരം അറിയുമ്പോൾ എത്രയും വേഗത്തിൽ അവിടെ എത്തിക്കുക, അത് കൂടുതൽ മേഖലയിലേക്ക് പടരാതെ അണയ്ക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം. അതിനാണ് അപകട സൈറണിട്ട് ഫയർ എഞ്ചിൻ കടന്നു വരുന്നത്. ഫയർ എഞ്ചിൻ, ആംബുലൻസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വകാര്യ വാഹനങ്ങൾ ലൈറ്റിട്ട് ഹോൺ മുഴക്കി വരുന്നുണ്ടെങ്കിൽ എമർജൻസി ആണെന്ന് മനസ്സിലാക്കിയാൽ മാറിക്കൊടുക്കുക എന്നുള്ളത് ഒരു ഡ്രൈവിംഗ് സംസ്കാരത്തിന്റെ ഭാഗമാണ്. അങ്ങനെ ഒരു സംസ്കാരം പോലും ഇല്ലാത്ത ഒരു വിവരം കെട്ട ഡ്രൈവറാണ് ആ വാഹനം ഓടിച്ചിരുന്നതെന്ന് ബോധ്യപ്പെടുകയാണ്. അടിയന്തരമായി ആ വാഹനത്തിനെതിരെ നടപടി എടുത്തേ മതിയാകുള്ളൂ. ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷൻ അത് ഏതാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. ഏതായാലും ഈ വാഹനത്തിന്റെ നമ്പർ അതിലൂടെ വെളിവാകുന്നുണ്ട്. RC ഓണറെ പൊക്കി ആ വാഹനം ഓടിച്ചവന് ഭീകരമായിട്ടുള്ള പെറ്റിയൊക്കെയാണ് കൊടുക്കേണ്ടത്. കാര്യം ഇമാതിരി തോന്നിവാസമൊന്നും റോഡിൽ കാണിക്കാൻ പാടില്ല. ഇത്തരം ഡ്രൈവിംഗ് സംസ്കാരം കാണുമ്പോൾ നേരത്തെ മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞ പോലെ നമ്മുടെ MVDയിലെ ചില ഉദ്യോഗസ്ഥരുണ്ടല്ലോ, പണം വാങ്ങി ലൈസൻസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നല്ലോ. അങ്ങനെ ലൈസൻസ് കിട്ടിയ ഏതൊക്കെയോ കുറെ വിവരക്കേടുകളാണ് ഇത്തരം വാഹനങ്ങൾ ഓടിക്കുന്നതെന്ന് ബോധ്യപ്പെടുകയാണ്. അല്ലെങ്കിൽ ഫയർഫോഴ്സ് വാഹനമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും ഇനി ഏതെങ്കിലും ലഹരി പദാർത്ഥം ഉപയോഗിച്ചിരുന്നതിന്റെ അടിസ്ഥാനത്തിലാണോ ഈ തോന്നിവാസം കാണിച്ചതെന്ന് അറിയില്ല. എന്തായാലും ഇത്തരം തോന്നിവാസങ്ങൾ കാണിക്കുന്നവരുടെ ചെവിക്കൽ കർണേവാല ആക്കുക എന്നുള്ളത് പൊതുവെ ഒരു വികാരമാണ്. പക്ഷേ നിയമവിരുദ്ധ പ്രവർത്തനമായതുകൊണ്ട് അത്തരം പ്രവൃത്തികൾ ചെയ്യുന്നതിനപ്പുറം നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം. പറ്റുമെങ്കിൽ ഇത്തരക്കാരുടെ ലൈസൻസ് റദ്ദാക്കുന്നതാണ് നല്ലത്. മേലാൽ വാഹനം എടുത്തുകൊണ്ടുവന്ന് റോഡിലിറങ്ങി മറ്റുള്ളവർക്ക് കൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇതുപോലുള്ള വിവരം കെട്ട ഡ്രൈവർമാർക്ക് ലൈസൻസ് കൊടുക്കുന്നത് തന്നെ റോഡിലെ അപകടങ്ങൾക്കും റോഡിൽ ബാക്കിയുള്ളവരുടെ സ്വൈര്യമായിട്ടുള്ള യാത്രയ്ക്ക് പോലും വലിയ ശല്യമായി മാറുന്നവരാണ്.